നരേന്ദ്രമോദി 75 വയസ്സിലെത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ 11 വർഷവും പിന്നിടുകയാണ്. ഈ കാലം അത്രയും അദ്ദേഹത്തിന് മുകളിൽ നിൽക്കാൻ സ്വന്തം പാളയത്തിലോ പ്രതിപക്ഷ നിരയിലോ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. പ്രധാനമന്ത്രി ആവാസ് യോജന ഏറ്റവും വലിയ തോതിൽ ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലടക്കം വലിയ സ്വാധീനം ചെലുത്തിയ പദ്ധതിയാണ്. ഏകദേശം 4 കോടിയിലേറെ പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ചികിത്സാ രംഗത്തുണ്ടായ ഒരു വലിയ പദ്ധതി എന്നത് ആയുഷ്മാൻ ഭാരതാണ്. ഏകദേശം 55 കോടി പേർക്കാണ് ആയുഷ്മാൻ ഭാരത് എന്ന ചികിത്സാ സഹായ പദ്ധതിയിലൂടെ വലിയ തോതിൽ ധനസഹായം ലഭിച്ചത്. GSTയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട 2 സ്ലാബുകളിലേക്കുള്ള മാറ്റമടക്കം അത് വലിയ തോതിൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ്. 12 ലക്ഷം രൂപ വരെ നികുതി ഇളവ് എന്ന തീരുമാനം വലിയ തോതിൽ സാധാരണക്കാരെയും ഇടത്തരക്കാരെയും സ്വാധീനിക്കുന്ന ഒന്നായി. സാങ്കേതികമായി നമ്മൾ നേടിയെടുത്ത വലിയൊരു നേട്ടമായിരുന്നു UPI എന്ന ഒരു സാമ്പത്തിക സേവനം. അത് 2016 ആരംഭിച്ചത്. അന്ന് വലിയ തോതിൽ അതിനെതിരെ ചില വിമർശനങ്ങൾക്ക് ഉയർന്നെങ്കിൽ ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തിക പ്ലാറ്റ്ഫോമായി UPI മാറിയിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളും നമ്മുടെ ഈ സാങ്കേതിക വിദ്യ കടമെടുക്കുന്നു എന്നതുകൂടി അതിന്റെ നേട്ടത്തെ ഉയർത്തിക്കാട്ടുന്നു. ദേശീയപാതാ വികസനത്തിൽ രാജ്യം നേടിയിരിക്കുന്ന കുതിപ്പ് 2013 91,000 കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ ദേശീയപാതയുടെ നീളമെങ്കിൽ ഇപ്പോൾ അത് 1,46,000 കിലോമീറ്റർ എന്നാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ മാത്രം 3,600 കിലോമീറ്റർ അതിവേഗ ഇടനാഴികൾ നിർമ്മിക്കാൻ കഴിഞ്ഞുവെന്നത് ദേശീയപാതാ വികസനത്തിലെ വലിയ കുതിപ്പ് പ്രകടമാക്കും. 2019 വന്ദേ ഭാരത് വന്നതോടുകൂടി ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ആധുനിക മുഖമാണ് നമ്മൾ കണ്ടത്. 2014 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഇപ്പോൾ ലോകത്ത് 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു എന്നത് അതിന്റെ ഏറ്റവും പ്രകടമായ നേട്ടം.